എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 29 ശ്ലോകം 17, 18, 19, 20, 21, 22 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ആ വേണുനാഥം കേട്ട് എല്ലാം മറന്ന് ഓടി വന്ന ആ ഗോപശ്രീകളെ കണ്ടിട്ട് ഒന്നും അറിയാത്ത മാതിരി ഭഗവാൻ അത് അവരോട് പറയാണ്. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ സദാ പുരതോ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൃഷ്ട്വാ അന്തികമായാതാ ഭഗവാൻ വ്രജയോഷിത അവദത്വദതാം ശ്രേഷ്ഠോ വാജപേശേർവിമോഹയൻ. വ്യത്യസ്ത രീതിയില് വസ്ത്രാലങ്കാരങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് വന്നിരിക്കുന്ന ആ വ്രജസ്ത്രീകളുടെ ആ ഹൃദയത്തിലുള്ള ഭാവത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ട് മനോഹര വാഗ്വിലാസങ്ങളോടുകൂടി ഭഗവാൻ ഇങ്ങനെ പറയണം അവരോട്. 4 വേദം, 6 ശാസ്ത്രം മുതലായ വാഗ്ജാലങ്ങളും അവയ്ക്ക് നിയതമായ അർത്ഥവും കൽപ്പിച്ച ബ്രഹ്മാദി മഹാകവികളുടെയും ഗുരുവായിരിക്കുന്ന ഭഗവാന്റെ മുഖകമലത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്യത്തിന് തന്റെ ഭക്തകളുടെ ഹൃദയാനുരാഗത്തെ ദൃഢപ്പെടുത്താൻ മഹാശക്തിയുണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാണ്. ശ്രീ ഭഗവാൻ ഉവാച സ്വാഗതം വോ മഹാഭാഗ പ്രിയം കിം കരവാണിവ വ്രജസ്യാനാമയം കച്ചിത് ഭ്രൂതാഗമന കാരണം. ഭഗവാൻ പറയാണ് അവരോട്, ഹേ മഹാഭാഗ്യശാലിനികളെ, നിങ്ങളുടെ ആഗമനത്തെ ഞാൻ ഏറ്റവും ആദരിക്കണം. എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? എന്താ നിങ്ങളുടെ ഇഷ്ടം? പറഞ്ഞോളൂ. വ്രജവാസികൾക്കൊക്കെ ക്ഷേമല്ലേ? എന്തെങ്കിലും കാരണമുണ്ടോ? നിങ്ങൾ എന്താ ഇപ്പൊ ഈ രാത്രി ഇങ്ങോട്ട് വരാൻ കാരണം? എന്തൊരു ഭയങ്കരമായ ഘോര രാത്രിയാ, എന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കാരണം? ഭഗവാൻ ആ കാരണം അറിയാഞ്ഞിട്ടാണ് അവര് പറഞ്ഞത്. അവരെ വിളിച്ചു വരുത്തിയിട്ട് ഒന്നും അറിയാത്ത മാതിരി ചോദിക്കുക. അറിയാഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് അവരോടൊരു നർമ്മം ചെയ്യാന്ന് വിചാരിച്ച് അവരുടെ ആ ഹൃദയത്തിലുള്ള ഭാവത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരെ ഒന്ന് ആനന്ദിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് പറയണു, എന്താ നിങ്ങൾ ഇത്ര ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട വ്രജവാസികൾക്ക് വല്ല ആപത്തും വന്നോ? വേഗം പറഞ്ഞോളൂ. വ്രജത്തിലുള്ള ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ആർക്കും എന്ന് ചോദിക്കണ മാതിരി. വ്രജത്തിലുള്ളവർക്കൊക്കെ സുഖം തന്നെയല്ലേ? പതിവ്രതമാരായ നിങ്ങളുടെ ഭർത്താവിനും കുട്ടികൾക്കും ഒക്കെ വല്ല വിഷമമുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ സാധിപ്പിച്ചു തരാന്നുള്ള ഒരു മട്ടിലാണ്. ഹേ ഭാഗ്യവതികളെ എന്നാണ് അവരെ വിളിച്ചിരിക്കുന്നത്. വികസിച്ച പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ഈ വൃന്ദാവനം അതിരമണീയ സ്ഥലമാണ്. ആഹ്ലാദകരമനായ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. ദൃഢാനുരാഗമുള്ള നിങ്ങളിൽ പ്രേമവിശനായ ഞാൻ അതറിഞ്ഞ സമീപത്തിൽ വന്നിരിക്കുന്ന നിങ്ങള് ഇങ്ങനെയെല്ലാം യോജിച്ചിരിക്കുന്ന ഈ സമയത്തില് ഇതെല്ലാം കൂടി യോജിച്ചൊരു സമയമാണിത്. നിങ്ങളുടെ അന്തർഗത എന്തെന്ന് പറയൂ, പറഞ്ഞോളൂ നിങ്ങളെല്ലാവരും. അത് ചെയ്യുന്നത് തന്നെ എനിക്കും പരമസന്തോഷം എന്നുള്ള ഒരു സൂചനയാ ഭാഗ്യവതികളെ എന്നുള്ളത്. എന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി എന്താ ഇപ്പൊ ഇത്ര ബന്ധപ്പെട്ട് വന്നതെന്നും ചോദിക്കുന്നുണ്ട്. പിന്നെയും പറയണു, രജന്യേഷാ ഘോരരൂപ ഘോര നിഷേവിത പ്രതിയാതവ്രജം നേഹ സ്ഥേയം സ്ത്രീഭി സുമധ്യമാഹ. അല്ലയോ സുന്ദരികളെ, നിങ്ങള് ഈ സ്ഥലത്ത് നിൽക്കരുത്. ഗോകുലത്തിലേക്ക് വേഗം മടങ്ങിപ്പോകോളൂ. എന്തുകൊണ്ടെന്നാ ഭയങ്കരമായിട്ടുള്ള മൃഗങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഈ രാത്രി സമയത്ത് നിങ്ങൾക്ക് ഭയല്ലേ? വന്ന കാരണം പറയും എന്ന് ഭഗവാൻ ചോദിച്ചപ്പോ അവര് ലജ്ജ കൊണ്ട് ഇങ്ങനെ തല താഴ്ത്തി പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നും സംസാരിക്കാതെ നിൽക്കുക. അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഒന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് ഇങ്ങനെയൊക്കെ പറയണത് ഭഗവാൻ. നിങ്ങളുടെ വിചാരത്തിന് ഉചിത സമയം ഇതല്ല, ഈ സ്ഥലവും അല്ല. പറയണ ഇത് കാടല്ലേ, ഭയങ്കര കാട്. കാലാണെങ്കിൽ രാത്രി എല്ലാ സ്ഥലത്തും ഭയം തന്നെ, വിശേഷിച്ച് കാട്ടിൽ. ഇത് കൊടും കാട്, ഭയങ്കര സത്വങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കേട്ടപ്പോ ഗോപസ്ത്രീകൾക്ക് എന്താ പറയണ്ടെന്ന് വെച്ചില്ലാണ്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ ചോട്ടിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക.
അപ്പൊ ഈ കുലസ്ത്രീകള് രാത്രിയില് പുറത്ത് സഞ്ചരിക്കുന്നത് ഉചിതാണോ എന്നൊക്കെയാണ് ഭഗവാന്റെ ഈ ചോദ്യം. പകൽ സമയമല്ലല്ലോ, രാത്രിയല്ലേ. പിന്നെ പറയണു, ഈ രാത്രിയില് വിഹരിക്കാൻ ആയിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക്, ഞങ്ങളിപ്പോ എല്ലാവരും കൂടി സംഘം ചേർന്നിട്ടല്ലേ വന്നിരിക്കണേ, പിന്നെ എന്താ അത്ര പേടിക്കാനുള്ളത്? അതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്നാണ് നിങ്ങള്, ഉത്സവമൊക്കെ ഉള്ളപ്പോ ഞങ്ങള് വരാറില്ലേ, രാത്രി ഞങ്ങൾ ഒന്നിച്ചല്ലേ പോവാറ് എന്ന് അവര് പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറയാ. വ്രജത്തില് ഇഷ്ടംപോലെ ആളുകളുണ്ട് അല്ലെ സഹായിക്കാൻ. പക്ഷെ രാത്രി വനത്തില് അതുപോലെയാണോ? ഈ കൊടുങ്കാട്ടിന്റെ ഉള്ളിലേക്ക് ഈ അർദ്ധരാത്രി ഇങ്ങനെ വരണത് ഒട്ടും ഉചിതമല്ല. ഭയങ്കരമായിട്ടുള്ള മൃഗങ്ങളും ക്രൂരമൃഗങ്ങളും സർപ്പങ്ങളും ഒക്കെ ഉള്ള കാടല്ലേ ഇവിടേക്ക് ഇങ്ങനെ അതാണ് ഘോര രൂപ. അത്രയും കൊടുങ്കാട് ഭയങ്കരമായിട്ട് ഭയക്കേണ്ടതാണ് ഈ കാടിന്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വന്നിരിക്കണ സ്ത്രീകള് മാത്രം, വേഗം മടങ്ങിപ്പോക്കോളൂ എന്നാണ് ഭഗവാൻ പറയണത്. അപ്പൊ എന്താ അവർക്ക് മറുപടി പറയേണ്ടതെന്ന് നിശ്ചയമില്ലാതെ. അപ്പൊ ഭഗവാൻ എന്താ വിചാരിക്കണത്? ഒരു ബ്രഹ്മചാരി അല്ലേ ഞാൻ, അതുപോലുള്ള ചെറിയ കുട്ടികളോടോ വൃദ്ധകളോടോ ഒരുമിച്ച് ഈ രാത്രി അങ്ങനെ കൂടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊക്കെ യുവതികളല്ലേ, സുന്ദരികളും, അപ്പൊ ഒന്നിച്ച് നിൽക്കാൻ പാടുള്ളതെന്നല്ല എന്നുള്ള ഒരു, അതാണ് ആ സുമധ്യമാഹ എന്നുള്ള ആ പദപ്രയോഗം. അങ്ങനെ ഒരു സൂചന ഭഗവാൻ അവർക്ക് കൊടുത്തു. വേഗം മടങ്ങി പോകൂ എന്ന് പറഞ്ഞപ്പോ ആ ഗോപസ്ത്രീകൾക്ക് എന്താ പറയണ്ടേന്ന് അവർക്ക് അറിഞ്ഞുകൂടാതെയായിട്ട് അവര് വളരെ വിഷണ്ണകളായിട്ട് അങ്ങനെ പരസ്പരം നോക്കി, ഒന്നും മിണ്ടണില്ല അവര്, വളരെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെയും ഭഗവാൻ പറയണു, മാതര പിതര പുത്ര ഭ്രാതര പദയശ്ചവ വിചിന്വന്തി ഹ്യവശ്യന്തോ മാ കൃധ്വം ബന്ധുസാധ്വസം. നിങ്ങള് അധികം നേരം ഒന്നും നിൽക്കാതെ വേഗം പൊക്കോളൂ. എന്തുകൊണ്ടെന്നാ നിങ്ങളുടെ മാതാപിതാക്കന്മാര്, സഹോദരന്മാര്, പുത്രന്മാര്, ഭർത്താക്കന്മാര് ഇവരൊക്കെ നിങ്ങളെ രാത്രികാലത്ത് വ്രജത്തിൽ കാണാതെ ഭയപ്പെട്ട് ദുഃഖിച്ചും കൊണ്ട് പലയിടത്തും തെരഞ്ഞു നടക്കണ്ടാവും. ഇപ്പോ ബന്ധുക്കൾക്ക് അങ്ങനെയുള്ള ഭയവും ദുഃഖവും നിങ്ങൾ ഉണ്ടാക്കി തീർക്കരുത്. അതുകൊണ്ട് ഇവിടെ നിൽക്കാതെ വേഗം വ്രജത്തിലേക്ക് പോയിക്കോളൂ. ദൃഷ്ടം വനം കുസുമിതം രാകേശകരരഞ്ജിതം യമുനാനിലലീലൈജത്തരു പല്ലവ ശോഭിതം. ഭഗവാന്റെ ഈ നിഷേധവാക്യം കേട്ടപ്പോ അല്പം ആ പ്രണയകോപത്തോടെ നാലു ഭാഗത്തും നോക്കുകയാണ് അവര്. അപ്പൊ അവരോട് പിന്നെയും പറയാം ഭഗവാൻ, സൗരഭ്യമുള്ള പലവിധ പുഷ്പങ്ങൾ വികസിച്ചു നിൽക്കുന്നതും പൂർണ്ണ ചന്ദ്രകിരണങ്ങൾ വ്യാപിച്ചിരിക്കാൻ അതിമനോഹരവുമായിരിക്കുന്നതും യമുനാ നദിയിൽ തട്ടി വീശുന്ന ഇളങ്കാറ്റിൽ ഇളകുന്ന മരങ്ങളുടെ ഇളം തളിരുകളാൽ അതീവ ശോഭിക്കുന്നതുമായ ഈ വൃന്ദാവന ശോഭയെ നല്ലവണ്ണം നിങ്ങൾ നോക്കിക്കണ്ടില്ലേ, അതിമനോഹരമാണ്. പിന്നെ ആസ്വദിച്ചില്ലേ നിങ്ങള്? ഇനി എന്തിനാ നിൽക്കണേ? വേഗം പൊക്കോളൂ. അപ്പൊ ചിലര് കാടിന്റെ നാല് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയണ കേട്ടപ്പോ എന്താ പറയണ്ടേ ചെയ്യണ്ടേന്ന് അവർക്ക് അറിഞ്ഞൂടാതെ പാവങ്ങള്. അപ്പൊ ചിലര് മേൽപോട്ടേക്ക് നോക്കി, അവരോട് പൂർണ്ണചന്ദ്രശോഭ നന്നായി കണ്ട് ആസ്വദിച്ചോ എന്ന് ചോദിക്കുക. നദീതീരത്തിലേക്ക് നോക്കുന്ന ചിലരോട് യമുനാ നദിയിലെ മന്ദമാരുത നിമിത്തം ഇളകുന്ന തരു പല്ലവങ്ങളെ കണ്ടില്ലേ? ഇതൊക്കെ പുഷ്പിതമായ വനം, പൂർണ്ണചന്ദ്രപ്രകാശം, യമുനാ നദീ പുളിനം, രതിശ്രമം തീർക്കാൻ ഉപകരിക്കുന്ന മന്ദമാരുതം, ഇവയെല്ലാം തികഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഭയം കൂടാതെ ഇവിടെ തന്നെ നിൽക്കുവിൻ, എങ്ങും പോകണ്ട എന്നല്ല പറഞ്ഞത്, വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞു. അവരാകെ വിഷമിച്ച് നിൽക്കുക അത് കേട്ടിട്ട്. തദ്യാതമാചിരം ഗോഷ്ഠം ശുശ്രൂഷധ്വം പതീൻ സതി ക്രന്ദന്തി വത്സാ ബാലാശ്ച താൻ പായയത ദുഹ്യത. ഇപ്പൊ വനഭംഗി നിങ്ങൾ കാണാനായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ അത് കണ്ടില്ലേ, ഇനി വേഗം താമസിക്കാണ്ട് പൊക്കോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഭർത്താക്കന്മാര് ശുശ്രൂഷിച്ചോളൂ. ഹേ സതികളെ, അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടതായ മുഖ്യധർമ്മം. വ്രജത്തില് നിങ്ങളെ കാണാതെ നിങ്ങളുടെ കുട്ടികളും പശുക്കുട്ടികളും ഒക്കെ കരയുണ്ടാവും. വേഗം ചെന്ന് നിങ്ങൾ അവർക്ക് മുലപ്പാലൊക്കെ കൊടുത്തോളൂ. പശുക്കുട്ടികളെയൊക്കെ കറന്ന് അവയുടെ കുട്ടികളെയും കുടിപ്പിച്ചോളൂ. വേഗം പൊക്കോളൂ സതികളെ എന്ന് പിന്നെയും വിളിക്കുക. നിങ്ങൾ ഇവിടെ നിൽക്കണത് എനിക്ക് ഒട്ടും സന്തോഷകരമല്ല. എന്തുകൊണ്ടെന്നാൽ പതിവ്രതമാരുടെ മുഖ്യധർമ്മം പതിശുശ്രൂഷയും ഗൃഹഭരണവുമാണ്. ആ ധർമ്മം തെറ്റാതെ ചെയ്യണതാണ് എനിക്ക് സന്തോഷഹേതു. അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ സ്വധർമ്മ ത്യാഗം ചെയ്യുന്നതായ ഞാൻ നിങ്ങളിൽ സന്തോഷിക്കില്ല. അതുകൊണ്ട് ഈ സ്ഥലത്തില് ഇനി ഒട്ടും താമസിക്കാതെ വേഗം ഗോകുലത്തിലേക്ക് പൊക്കോളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെയും ഭഗവാൻ അവരെ ഓരോന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ
ഗോവിന്ദ ഗോവിന്ദ